അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രനോട് പറയേണ്ട അച്ഛാ ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ പുറത്ത് പോയാലോ എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയേണ്ട അയ്യോ ഇപ്പോൾ പോണ്ട മോളെ, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സാധനം വാങ്ങിയിട്ട് അനാഥാലയത്തിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക, എനിക്കൊന്ന് അവിടെയൊക്കെ കാണാമല്ലോ, നീ ഇല്ലാത്ത സമയത്ത് ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ പറയേണ്ട. അലീനയ്ക്ക് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഇഷ്ടമുണ്ട്. അച്ഛൻ വരൂ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന താഴത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ലൊക്കേഷൻ വേഗം സ്റ്റാൻലി ജോസഫിന് അയച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് എത്തുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ അലീന ചായയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. അലീനെ കാണുമ്പോൾ നമ്മൾ സ്റ്റാൻലി ജോസഫിനാണെങ്കിൽ കണ്ണെടുക്കാതെ ഇങ്ങനെ അലീന തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മച്ചിയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട്, അവൻ്റെ അമ്മച്ചിയുടെ ചായയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും അമ്മച്ചി എന്നൊക്കെ വിളിച്ചിട്ട് അവൻ എന്ന് നീട്ട് നിൽക്കണമൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മളെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെന്താ അതിന് മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ തമ്മിൽ മുൻ പരിചയം ഉണ്ടോ, എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ നോക്കണം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ ബാലചന്ദ്രൻ. ആ സമയത്ത് നമ്മളെ സ്റ്റാൻലി പറയുന്നുണ്ട്, എവിടെയോ വെച്ച് കണ്ട പോലെ, അതാണ് ഞാൻ ഒരു മിനിറ്റ് അങ്ങനെ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സ്റ്റാൻലി പുറത്തേക്ക് വരില്ല. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എന്തെല്ലാം ഞാൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്, ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോ പറയാം, എനിക്ക് ഒരു നിർബന്ധമില്ല അവളെ കൊണ്ടുപോകണമെന്ന്, പക്ഷേ ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇല്ല സ്റ്റാൻലി ജോസഫിനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടരുത്, എനിക്ക് മനുഷ്യരെ മനസ്സിലാവും, എനിക്ക് മനുഷ്യരുടെ അവസ്ഥയും മനസ്സിലാവും, എന്തായാലും ഞാൻ അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രനാണെങ്കിൽ ആകെ വിഷമമുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.